എല്ലാവർക്കും നമസ്കാരം. PSC Challenger Pro, നെറ്റ് ആൻഡ് JRF ലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. നമസ്കാരം വിദ്യാർത്ഥികളെ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 1857 കലാപത്തിന്റെ കാരണങ്ങളും അതിനെക്കുറിച്ചുള്ള വ്യത്യസ്ത ചരിത്രവീക്ഷണങ്ങളും ആണ്. 1857 കലാപം ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളിലൊന്നാണ്. ഈ കലാപത്തെ ഒരു കാരണത്താൽ മാത്രം വിശദീകരിക്കാൻ കഴിയില്ല. സിപ്പായിമാർക്ക് ഉണ്ടായിരുന്ന സൈനിക പ്രശ്നങ്ങൾ, കർഷകരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, താലൂക്കുദാർമാരുടെ ഭൂമി നഷ്ടപ്പെടൽ, നാട്ടുരാജാക്കന്മാരുടെ അധികാരം നഷ്ടപ്പെടൽ, കരകൗശല തൊഴിലാളികളുടെ തകർച്ച, മതപരമായ ഭയം, സാമൂഹിക ആചാരങ്ങളിലുള്ള ബ്രിട്ടീഷ് ഇടപെടലിനെക്കുറിച്ചുള്ള സംശയമിവയെല്ലാം ചേർന്നാണ് 1857 കലാപത്തിന് സാഹചര്യമൊരുങ്ങിയത്. അതുകൊണ്ട് ആദ്യമേ ഒരു കാര്യം ഓർക്കണം. 1857 കലാപത്തിന് ഒരേയൊരു കാരണം ഉണ്ടായിരുന്നില്ല. വ്യത്യസ്ത വിഭാഗങ്ങൾക്ക് വ്യത്യസ്ത പരാതികളായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന്, ബ്രിട്ടീഷ് ഭരണത്തിന്റെ ജനപ്രീതിയില്ലായ്മ. ആദ്യത്തെ പ്രധാന കാരണം ബ്രിട്ടീഷ് ഭരണത്തിന്റെ ജനപ്രീതിയില്ലായ്മ. ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരുടെ കാഴ്ചപ്പാടിൽ വിദേശികളായിരുന്നു. മുമ്പ് ഇന്ത്യയിലേക്ക് വന്ന പല വിദേശ ഭരണാധികാരികളും പിന്നീട് ഇന്ത്യൻ സമൂഹവുമായി ഏതെങ്കിലും രീതിയിൽ ലയിച്ചിരുന്നു. എന്നാൽ ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരുമായി അങ്ങനെ ലയിച്ചില്ല. ഇന്ത്യയിലെ ഉയർന്ന വിഭാഗങ്ങളോട് പോലും അവർ പലപ്പോഴും അകലം പാലിച്ചു. ബ്രിട്ടീഷുകാരിൽ ശക്തമായ വംശീയ മേൽക്കോയ്മ മനോഭാവം ഉണ്ടായിരുന്നു. ഇന്ത്യക്കാരെ താഴ്ന്നവരായി കാണുകയും അപമാനിക്കുകയും ചെയ്യുന്ന പ്രവണത പല ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരിലും ഉണ്ടായിരുന്നു. പിന്നീട് സയ്യിദ് അഹമ്മദ് ഖാൻ നിരീക്ഷിച്ചതുപോലെ സമൂഹത്തിൽ ബഹുമാനമുള്ള ഇന്ത്യക്കാർക്കുപോലും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ മുന്നിൽ ഭയത്തോടെ പെരുമാറേണ്ട സാഹചര്യമുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാരുടെ പ്രധാന ലക്ഷ്യം ബ്രിട്ടീഷുകാർ ഇന്ത്യയെ സ്വന്തം വീടായി കാണുന്നില്ലെന്നും പല ഇന്ത്യക്കാരും മനസ്സിലാക്കിയിരുന്നു. അവരുടെ പ്രധാന ലക്ഷ്യം ഇന്ത്യയിൽ നിന്ന് സമ്പത്ത് ശേഖരിക്കുകയും അത് ബ്രിട്ടനിലേക്ക് കൊണ്ടുപോകുകയും ചെയ്യുകയാണെന്ന് ജനങ്ങൾക്ക് തോന്നി. അതുകൊണ്ട് സാധാരണ ഇന്ത്യക്കാർ ബ്രിട്ടീഷുകാരെ തങ്ങളുടെ ക്ഷേമം ആഗ്രഹിക്കുന്ന ഭരണാധികാരികളായി കണ്ടില്ല. പകരം അവരുടെ പ്രവർത്തനങ്ങളെ സംശയത്തോടെ നോക്കി. ഇതോടെ ക്രമേണ ബ്രിട്ടീഷ് വിരുദ്ധ വികാരം വളർന്നു. 1857 മുമ്പുതന്നെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ചെറിയ ചെറിയ ജനകീയ കലാപങ്ങൾ ഉണ്ടായിരുന്നതും ഈ അസംതൃപ്തിയുടെ തെളിവാണ്. 2, ബ്രിട്ടീഷുകാരുടെ അജയ്യതയെക്കുറിച്ചുള്ള വിശ്വാസം തകരുന്നു. ബ്രിട്ടീഷുകാർ വളരെ ശക്തരാണെന്നും അവരെ പരാജയപ്പെടുത്താൻ കഴിയില്ലെന്നും പല ഇന്ത്യക്കാരും കരുതിയിരുന്നു. എന്നാൽ ചില യുദ്ധങ്ങളിൽ ബ്രിട്ടീഷുകാർക്ക് വലിയ തിരിച്ചടികൾ നേരിട്ടു. ഒന്നാം അഫ്ഗാൻ യുദ്ധം 1838 മുതൽ 1842 വരെ നടന്ന ഒന്നാം അഫ്ഗാൻ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർക്ക് വലിയ നഷ്ടങ്ങളുണ്ടായി. പഞ്ചാബ് യുദ്ധങ്ങൾ 1845 മുതൽ 1849 വരെ നടന്ന പഞ്ചാബ് യുദ്ധങ്ങളിലും ബ്രിട്ടീഷുകാർക്ക് കടുത്ത പോരാട്ടം നേരിടേണ്ടിവന്നു. ക്രിമിയൻ യുദ്ധം 1854 മുതൽ 1856 വരെ നടന്ന ക്രിമിയൻ യുദ്ധവും ബ്രിട്ടീഷുകാരുടെ അജയ്യതയുടെ പ്രതിച്ഛായയെ ബാധിച്ചു. ഇത്തരം സംഭവങ്ങൾ ഇന്ത്യക്കാരിൽ ഒരു പുതിയ ധാരണ സൃഷ്ടിച്ചു. ബ്രിട്ടീഷുകാരെ എതിർക്കാൻ കഴിയും. ഈ ആത്മവിശ്വാസവും 1857 കലാപത്തിന് അനുകൂലമായ സാഹചര്യം സൃഷ്ടിച്ചു. 3, ഡൽഹൌസിയുടെ കൂട്ടിച്ചേർക്കൽ നയം. ഇനി വളരെ പ്രധാനപ്പെട്ട കാരണത്തിലേക്ക് വരാം. ഡൽഹൌസിയുടെ കൂട്ടിച്ചേർക്കൽ നയം. ലോർഡ് ഡൽഹൌസി ഇന്ത്യയിലെ നിരവധി നാട്ടുരാജ്യങ്ങളെ ബ്രിട്ടീഷ് ഭരണത്തിലേക്ക് കൂട്ടിച്ചേർത്തു. ഈ നയം നാട്ടുരാജാക്കന്മാരിലും ഭൂവുടമകളിലും സിപ്പായിമാരിലും വലിയ ഭയം സൃഷ്ടിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമായിരുന്നു അവധിന്റെ കൂട്ടിച്ചേർക്കൽ 1856. 1856 ബ്രിട്ടീഷുകാർ അവധ് കൂട്ടിച്ചേർത്തു. ഇത് ഇന്ത്യയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായി. പ്രത്യേകിച്ച് അവധിൽ ശക്തമായ എതിർപ്പ് ഉണ്ടായി. 4, അവധിലെ സിപ്പായിമാരുടെ അസംതൃപ്തി. ബംഗാൾ സൈന്യത്തിലെ ധാരാളം സിപ്പായിമാർ അവധിൽ നിന്നുള്ളവരായിരുന്നു. ഇവർ ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയിലെ വ്യാപനത്തിൽ മുമ്പ് വലിയ പങ്കുവഹിച്ചിരുന്നു. ബ്രിട്ടീഷുകാർക്ക് വേണ്ടി യുദ്ധം ചെയ്ത് പല പ്രദേശങ്ങളും കീഴടക്കാൻ അവർ സഹായിച്ചു. പക്ഷേ ഇപ്പോൾ സ്വന്തം നാടായ അവധ് തന്നെ ബ്രിട്ടീഷുകാർ കൂട്ടിച്ചേർത്തു. അവർക്ക് ശക്തമായ പ്രാദേശിക ബന്ധവും സ്വന്തം നാടിനോടുള്ള വിശ്വാസവും ഉണ്ടായിരുന്നു. അതിനാൽ സ്വന്തം നാട് വിദേശ ഭരണത്തിന് കീഴിലാകുന്നത് അവർക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. 5, അവധിന്റെ കൂട്ടിച്ചേർക്കലിന്റെ സാമ്പത്തിക ആഘാതം. അവധിന്റെ കൂട്ടിച്ചേർക്കൽ സിപ്പായിമാരെ രാഷ്ട്രീയമായി മാത്രമല്ല സാമ്പത്തികമായും ബാധിച്ചു. അവരുടെ കുടുംബങ്ങൾ നാട്ടിലായിരുന്നു. അവധിൽ ഭൂനികുതി വർദ്ധിച്ചതോടെ അവരുടെ കുടുംബങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായി.
അതുകൊണ്ട് സിപ്പായിമാർക്ക് വ്യക്തിപരമായും കുടുംബപരമായും ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ അസംതൃപ്തി വളർന്നു. 6 താലൂക്കുദാർമാരുടെ നഷ്ടം. അവധിലെ പരമ്പരാഗത ഭൂവുടമകളായ താലൂക്കുദാർമാർ ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ട വിഭാഗങ്ങളിലൊന്നായിരുന്നു. അവരുടെ ഭൂമി, അധികാരം, വരുമാനം, പാരമ്പര്യ അവകാശങ്ങൾ, സാമൂഹിക സ്ഥാനം എന്നിവ നഷ്ടപ്പെട്ടു. പഠനസാമഗ്രി പറയുന്നതനുസരിച്ച് ഏകദേശം 21,000 താലൂക്കുദാർമാർക്ക് അവരുടെ എസ്റ്റേറ്റുകൾ നഷ്ടപ്പെട്ടു. അവർക്ക് വരുമാനമാർഗം ഇല്ലാതായി. ജോലി ചെയ്യാനും കഴിയാത്ത അവസ്ഥ. ഭിക്ഷ ചോദിക്കാനും സാമൂഹികമായി അപമാനകരമായ സാഹചര്യം. അതുകൊണ്ട് അവർ വളരെ അധികം അപമാനിതരും പ്രകോപിതരുമായി. 1857 സിപ്പായി കലാപം തങ്ങളുടെ പഴയ സ്ഥാനം തിരികെ നേടാനുള്ള അവസരമായി അവർ കണ്ടു. അതിനാൽ അവർ കലാപത്തിൽ സജീവമായി പങ്കെടുത്തു. 7 കർഷകരുടെ ദുരിതം. അവധിലെ സാധാരണ ജനങ്ങൾക്കും ബ്രിട്ടീഷ് ഭരണത്തിൽ നേട്ടമുണ്ടായില്ല. ഡൽഹൌസി പറഞ്ഞത് നവാബിന്റെയും താലൂക്കുദാർമാരുടെയും ചൂഷണത്തിൽ നിന്ന് ജനങ്ങളെ മോചിപ്പിക്കാനാണ് അവധ് കൂട്ടിച്ചേർത്തതെന്നാണ്. എന്നാൽ യാഥാർത്ഥ്യത്തിൽ സാധാരണ ജനങ്ങളുടെ ഭാരം കുറയുകയല്ല, കൂടുകയായിരുന്നു. ഭൂനികുതി വർദ്ധിച്ചു. അതോടൊപ്പം വിവിധ തരത്തിലുള്ള നികുതികളും ഏർപ്പെടുത്തി. ഉദാഹരണത്തിന് ഭക്ഷ്യവസ്തുക്കളിലെ നികുതി, വീടുകളിലെ നികുതി, കടത്തുപാലങ്ങളിലെ നികുതി, കറുപ്പ് നികുതി, നീതിന്യായവുമായി ബന്ധപ്പെട്ട നികുതികൾ. ഇവ സാധാരണ ജനങ്ങൾക്ക് കൂടുതൽ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാക്കി. 8 ഭൂമിയുടെ നഷ്ടവും പണമിടപാടുകാരുടെ വളർച്ചയും. കർഷകരും പരമ്പരാഗത ഭൂവുടമകളും അവരുടെ ഭൂമി നഷ്ടപ്പെടുത്താൻ തുടങ്ങി. പുതിയ ഭൂവുടമകളും പണമിടപാടുകാരും ശക്തരായി. കടം തിരിച്ചടയ്ക്കാൻ കഴിയാത്ത കർഷകർക്ക് ഭൂമി നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. ഇതോടെ ഗ്രാമീണ സമൂഹത്തിൽ ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ അസംതൃപ്തി ശക്തമായി. 9 നാട്ടുരാജാക്കന്മാരുടെ ഭയം. ഡൽഹൌസിയുടെ കൂട്ടിച്ചേർക്കൽ നയം നാട്ടുരാജാക്കന്മാരിലും വലിയ ഭയം സൃഷ്ടിച്ചു. അവർ മനസ്സിലാക്കി, ബ്രിട്ടീഷുകാരോട് വിശ്വസ്തത പുലർത്തിയാലും നമ്മുടെ രാജ്യം സുരക്ഷിതമല്ല. ബ്രിട്ടീഷുകാർ പല കരാറുകളും വാഗ്ദാനങ്ങളും ലംഘിച്ചുവെന്ന ധാരണയും വളർന്നു. ബ്രിട്ടീഷുകാർ ഇന്ത്യൻ രാജാക്കന്മാരുടെ സുഹൃത്തുക്കളും സംരക്ഷകരുമാണെന്ന് അവകാശപ്പെട്ടെങ്കിലും യാഥാർത്ഥ്യത്തിൽ അവരുടെ അധികാരം ക്രമേണ കുറച്ചു. 10 നാനാ സാഹിബിന്റെ അസംതൃപ്തി. നാനാ സാഹിബ് ബാജിറാവു രണ്ടാമന്റെ ദത്തുപുത്രനായിരുന്നു. ബാജിറാവു രണ്ടാമൻ ബ്രിട്ടീഷുകാർ നൽകിയിരുന്ന പെൻഷൻ നാനാ സാഹിബിന് തുടർന്നും നൽകാൻ ബ്രിട്ടീഷുകാർ തയ്യാറായില്ല. ഇത് നാനാ സാഹിബിനെ ബ്രിട്ടീഷുകാരുടെ ശക്തമായ എതിരാളിയാക്കി. 11 റാണി ലക്ഷ്മിബായിയുടെ പ്രതിഷേധം. നാൻസിയുടെ റാണിയായ ലക്ഷ്മിബായിയും ബ്രിട്ടീഷുകാരുടെ നയത്തിൽ പ്രകോപിതയായി. അവരുടെ ദത്തുപുത്രന്റെ അവകാശം ബ്രിട്ടീഷുകാർ അംഗീകരിച്ചില്ല. അതിനാൽ നാൻസി കൂട്ടിച്ചേർക്കാൻ ബ്രിട്ടീഷുകാർ തീരുമാനിച്ചു. ഇതിനെ റാണി ലക്ഷ്മിബായി ശക്തമായി എതിർത്തു. 12 മുഗൾ രാജവംശത്തിന്റെ അപമാനം. ബ്രിട്ടീഷുകാർ മുഗൾ രാജവംശത്തോടും അപമാനകരമായ സമീപനം സ്വീകരിച്ചു. ബഹാദൂർ ഷാ രണ്ടാമന്റെ പിൻഗാമിക്ക് റെഡ് ഫോർട്ട് വിട്ട് ഖുതുബ് പ്രദേശത്തെ ചെറിയ വീട്ടിലേക്ക് മാറേണ്ടിവരുമെന്ന് ഡൽഹൌസി 1849 തീരുമാനിച്ചു. 1856 മറ്റൊരു തീരുമാനവും ഉണ്ടായി. ബഹാദൂർ ഷാ രണ്ടാമന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ പിൻഗാമികളെ രാജാക്കന്മാർ എന്നല്ല രാജകുമാരന്മാർ എന്ന നിലയിൽ മാത്രമേ അംഗീകരിക്കൂ എന്ന് പ്രഖ്യാപിച്ചു. ഇത് മുഗൾ രാജവംശത്തിന്റെ മാന്യതയെ കൂടുതൽ തകർത്തു. 13 പുതിയ സാമൂഹിക പരിഷ്കാരങ്ങൾ. ഇനി സാമൂഹിക കാരണത്തിലേക്ക് വരാം. ബ്രിട്ടീഷ് സർക്കാർ ചില സാമൂഹിക പരിഷ്കാരങ്ങൾ നടപ്പാക്കി. ഉദാഹരണത്തിന് സതി നിരോധനം. ഭർത്താവിന്റെ മരണശേഷം ഭാര്യയെ ചിതയിൽ ജീവനോടെ ചുട്ടുകൊല്ലുന്ന സതി സമ്പ്രദായം നിരോധിച്ചു. വിധവാ പുനർവിവാഹം. വിധവകൾക്ക് വീണ്ടും വിവാഹം കഴിക്കാൻ നിയമപരമായ അവകാശം നൽകി. പെൺകുട്ടികളുടെ പാശ്ചാത്യ വിദ്യാഭ്യാസം. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും പ്രാധാന്യം നൽകി. ഇവയിൽ പലതും സാമൂഹിക പുരോഗതിക്കായുള്ള നടപടികളായിരുന്നു. എന്നാൽ അന്നത്തെ യാഥാസ്ഥിതിക വിഭാഗങ്ങൾക്ക് മറ്റൊരു ഭയമുണ്ടായിരുന്നു. വിദേശ ക്രിസ്ത്യൻ സർക്കാർ നമ്മുടെ മതത്തിലും ആചാരങ്ങളിലും ഇടപെടുന്നു എന്ന സംശയം വളർന്നു. 14 മതസ്ഥാപനങ്ങളുടെ ഭൂമിയിൽ നികുതി. ക്ഷേത്രങ്ങൾ, പള്ളികൾ, പുരോഹിതന്മാർ, മുസ്ലിം മതസ്ഥാപനങ്ങൾ, ചാരിറ്റബിൾ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് മുമ്പ് ഇന്ത്യൻ ഭരണാധികാരികൾ നികുതിയിളവായി നൽകിയിരുന്ന ഭൂമികളിൽ ബ്രിട്ടീഷുകാർ നികുതി ഏർപ്പെടുത്താൻ തുടങ്ങി. ഇത്തരം ഭൂമിയിൽ നിന്നുള്ള വരുമാനത്തെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന നിരവധി ബ്രാഹ്മണ മുസ്ലിം കുടുംബങ്ങൾ ഇതോടെ ബാധിക്കപ്പെട്ടു. അവരിൽ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ വലിയ പ്രതിഷേധം ഉണ്ടായി. ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ മതങ്ങളെ ദുർബലപ്പെടുത്താനും നശിപ്പിക്കാനും ശ്രമിക്കുകയാണെന്ന വിശ്വാസവും വ്യാപിച്ചു.
15 മതപരമായ ഭയം. ഇനി വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യയിൽ ക്രിസ്ത്യൻ മിഷണറിമാർ സജീവമായി പ്രവർത്തിച്ചു. അവർ സ്കൂളുകളിൽ, ആശുപത്രികളിൽ, ജയിലുകളിൽ, വിപണികളിൽ, പൊതുസ്ഥലങ്ങളിൽ പ്രവർത്തിച്ചു. മിഷണറിമാർ മതപരിവർത്തനത്തിന് ശ്രമിക്കുന്നുവെന്ന ധാരണ ജനങ്ങളിൽ വളർന്നു. ഹിന്ദു-മുസ്ലിം മതവിശ്വാസങ്ങളെയും ആചാരങ്ങളെയും ചില മിഷണറിമാർ വിമർശിച്ചു. അതുകൊണ്ട് പല ഇന്ത്യക്കാരും തങ്ങളുടെ മതം അപകടത്തിലാണെന്ന് കരുതി. 1850 മതനിയമം. 1850 ഒരു പ്രധാന നിയമം കൊണ്ടുവന്നു. ക്രിസ്തുമതം സ്വീകരിച്ച ഒരാൾക്കും കുടുംബസ്വത്തിൽ അവകാശം നഷ്ടപ്പെടില്ല എന്നതായിരുന്നു അതിന്റെ പ്രധാന വ്യവസ്ഥകളിലൊന്ന്. പല ഇന്ത്യക്കാരും ഇതിനെ മതപരമായ ഇടപെടലായി കണ്ടു. മതം മാറ്റാൻ ബ്രിട്ടീഷുകാർ നിയമത്തിന്റെ സഹായം ഉപയോഗിക്കുന്നു എന്ന സംശയം ശക്തമായി. 17 സൈന്യത്തിലെ ക്രിസ്ത്യൻ സ്വാധീനം. ബ്രിട്ടീഷ് സർക്കാർ സൈന്യത്തിലെ ക്രിസ്ത്യൻ പുരോഹിതന്മാർക്ക് സാമ്പത്തിക പിന്തുണ നൽകി. ചില ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ സൈനികർക്കിടയിൽ ക്രിസ്തുമതത്തെക്കുറിച്ച് പ്രബോധനം നടത്തി. സർക്കാർ സ്കൂളുകളിലും ജയിലുകളിലും ക്രിസ്ത്യൻ പഠനങ്ങൾ നൽകുന്ന സാഹചര്യമുണ്ടായി. ഇതെല്ലാം ചേർന്ന് ബ്രിട്ടീഷുകാർ രാഷ്ട്രീയമായി മാത്രമല്ല മതപരമായും ഇന്ത്യൻ സമൂഹത്തെ മാറ്റാൻ ശ്രമിക്കുന്നുവെന്ന ഭയം വളർത്തി. 18 സിപ്പായിമാരുടെ അസംതൃപ്തി. ഇനി 1857 കലാപത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗത്തിലേക്ക് വരാം. സിപ്പായിമാർ. കമ്പനി സൈന്യത്തിലെ ഇന്ത്യൻ സൈനികരെയാണ് സിപ്പായിമാർ എന്ന് വിളിച്ചത്. ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയിലെ വ്യാപനത്തിൽ ഈ സൈനികർ വലിയ പങ്കുവഹിച്ചു. പക്ഷേ കാലക്രമേണ ഇവരിൽ പല പരാതികളും ഉണ്ടായി. സിപ്പായിമാർ ഇന്ത്യൻ സമൂഹത്തിന്റെ ഭാഗമായിരുന്നു. അവരുടെ കുടുംബങ്ങളും ഗ്രാമങ്ങളും ബ്രിട്ടീഷ് സാമ്പത്തിക നയങ്ങളുടെ ആഘാതം അനുഭവിച്ചിരുന്നു. അതുകൊണ്ട് സമൂഹത്തിലെ അസംതൃപ്തി സൈന്യത്തിലും പ്രതിഫലിച്ചു. 19 ജാതിയും മതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. അന്നത്തെ ഇന്ത്യൻ സമൂഹത്തിൽ ജാതിനിയമങ്ങൾ ശക്തമായിരുന്നു. സൈന്യത്തിൽ സിപ്പായിമാർക്ക് ജാതിചിഹ്നങ്ങൾ ധരിക്കുന്നത്, മതചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നത്, ചിലതരം താടികൾ വയ്ക്കുന്നത്, പ്രത്യേക തലപ്പാവുകൾ ധരിക്കുന്നത് എന്നിവയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ഇത് സിപ്പായിമാരുടെ മതപരവും സാമൂഹികവുമായ വികാരങ്ങളെ വേദനിപ്പിച്ചു. 20 വിദേശ സേവനത്തിന്റെ പ്രശ്നം. 1856 പുതിയ സൈനിക നിയമം കൊണ്ടുവന്നു. ആവശ്യമെങ്കിൽ വിദേശത്തേക്ക് പോയി സേവനം ചെയ്യാൻ സൈനികർ തയ്യാറായിരിക്കണം എന്ന വ്യവസ്ഥയുണ്ടായി. പല ഹിന്ദു സിപ്പായിമാർക്കും കടൽ കടക്കുന്നത് മതപരമായി പ്രശ്നമായിരുന്നു. കടൽ കടന്നാൽ ജാതി നഷ്ടപ്പെടുമെന്ന് അവർ വിശ്വസിച്ചു. അതിനാൽ ഈ നിയമം സിപ്പായിമാരുടെ ഭയം വർദ്ധിപ്പിച്ചു. 21 കലകളുടെയും കരകൗശലങ്ങളുടെയും തകർച്ച. ബ്രിട്ടീഷ് ഭരണത്തിൽ ഇന്ത്യൻ കലകളും കരകൗശലങ്ങളും വലിയ തകർച്ച നേരിട്ടു. ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളിലെ രാജകീയ സംരക്ഷണം നഷ്ടപ്പെട്ടു. രാജാക്കന്മാരുടെ കൊട്ടാരങ്ങളിൽ ജോലി ചെയ്തിരുന്ന കരകൗശല തൊഴിലാളികൾക്ക് ജോലി നഷ്ടപ്പെട്ടു. അതോടൊപ്പം ബ്രിട്ടനിൽ നിർമ്മിച്ച യന്ത്രനിർമ്മിത വസ്തുക്കൾ ഇന്ത്യയിൽ വലിയ തോതിൽ എത്തി. ഇന്ത്യൻ കൈത്തൊഴിൽ ഉൽപ്പന്നങ്ങളുടെ വിപണി ചുരുങ്ങി. നെയ്ത്തുകാർ, ശില്പികൾ, കരകൗശല തൊഴിലാളികൾ എന്നിവർ തൊഴിൽരഹിതരായി. പുതിയ വ്യവസായങ്ങൾ മതിയായ തോതിൽ വളർന്നില്ല. അതിനാൽ അവർക്ക് മറ്റൊരു തൊഴിൽ കണ്ടെത്താനും ബുദ്ധിമുട്ടായി. 22 ഉടനടി കാരണം. ഗ്രീസ്ഡ് കാർട്രിഡ്ജ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. പുതിയ എൻഫീൽഡ് റൈഫിൾ ബ്രിട്ടീഷ് സൈന്യത്തിൽ അവതരിപ്പിച്ചു. അതിന്റെ കാർട്രിഡ്ജ് തോക്കിൽ നിറയ്ക്കുന്നതിന് മുമ്പ് സിപ്പായിമാർ കടിച്ചു തുറക്കേണ്ടി വന്നു. ഈ കാർട്രിഡ്ജിൽ ഉപയോഗിച്ചിരുന്ന ഗ്രീസ് പശുവിന്റെയും പന്നിയുടെയും കൊഴുപ്പിൽ നിന്നുള്ളതാണെന്ന വാർത്ത പരന്നു. ഇത് ഹിന്ദു സിപ്പായിമാരുടെ മതവികാരങ്ങളെ വേദനിപ്പിച്ചു. മുസ്ലിം സിപ്പായിമാർക്കും ഇത് വലിയ മതപരമായ അപമാനമായിരുന്നു. കാരണം പന്നി മുസ്ലിംകൾക്ക് മതപരമായി നിരോധിതമാണ്. ഇതോടെ സിപ്പായിമാർക്ക് ഒരു കാര്യം ഉറപ്പായി തോന്നി. ബ്രിട്ടീഷുകാർ നമ്മുടെ മതം നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇതാണ് സിപ്പായിമാരുടെ ദീർഘകാല അസംതൃപ്തിക്ക് മുകളിൽ വീണ തീപ്പൊരി. 23 വ്യത്യസ്ത ചരിത്രവീക്ഷണങ്ങൾ. ഇനി ഈ യൂണിറ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയത്തിലേക്ക് വരാം. ബ്രിട്ടീഷ് ചരിത്രകാരന്മാരുടെ വീക്ഷണം. പല ബ്രിട്ടീഷ് ചരിത്രകാരന്മാരും 1857 സംഭവത്തെ പ്രധാനമായും സിപ്പായി കലാപം എന്നാണ് വിശേഷിപ്പിച്ചത്. അവരുടെ അഭിപ്രായത്തിൽ സൈനികരുടെ അസംതൃപ്തിയും ഗ്രീസ്ഡ് കാർട്രിഡ്ജ് പ്രശ്നവുമായിരുന്നു പ്രധാന കാരണം. ദേശീയവാദ ചരിത്രകാരന്മാരുടെ വീക്ഷണം. ദേശീയവാദ ചരിത്രകാരന്മാർ ഈ വ്യാഖ്യാനത്തെക്കാൾ വിശാലമായ സമീപനമാണ് സ്വീകരിച്ചത്. അവർ 1857 ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യസമരം എന്ന് വിശേഷിപ്പിച്ചു. അവരുടെ അഭിപ്രായത്തിൽ സിപ്പായിമാർ മാത്രമല്ല, കർഷകർ, താലൂക്കുദാർമാർ,
നാട്ടുരാജാക്കന്മാർ, കരകൗശല തൊഴിലാളികൾ, സാധാരണ ജനങ്ങൾ എന്നിവരും ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ വിവിധ രീതിയിൽ പ്രതികരിച്ചു. വ്യത്യസ്ത വിഭാഗങ്ങൾ അവരുടെ സ്വന്തം താൽപ്പര്യങ്ങളും അവകാശങ്ങളും സംരക്ഷിക്കാൻ ബ്രിട്ടീഷുകാർക്കെതിരെ രംഗത്തുവന്നു. 24 ആധുനിക ചരിത്രകാരന്മാരുടെ വീക്ഷണം. ആധുനിക ചരിത്രകാരന്മാർ 1857 വെറും സിപ്പായി കലാപം എന്നും വെറും ഒന്നാം സ്വാതന്ത്ര്യസമരം എന്നും മാത്രം കാണുന്നില്ല. അവർ ഓരോ പ്രദേശത്തെയും ഓരോ സാമൂഹിക വിഭാഗത്തെയും പ്രത്യേകം പഠിക്കുന്നു. എന്തുകൊണ്ടാണ് ഒരു വിഭാഗം കലാപത്തിൽ ചേർന്നത്? മറ്റൊരു വിഭാഗം എന്തുകൊണ്ട് ചേർന്നില്ല? ഒരു പ്രദേശത്ത് കലാപത്തിന് പ്രധാന കാരണം എന്തായിരുന്നു? മറ്റൊരു പ്രദേശത്ത് മറ്റൊരു കാരണം എന്തായിരുന്നു? ഇത്തരം ചോദ്യങ്ങളാണ് ആധുനിക ചരിത്രപഠനം ഉന്നയിക്കുന്നത്. അതുകൊണ്ട് 1857 മനസ്സിലാക്കാൻ രാഷ്ട്രീയം, സാമ്പത്തികം, സൈന്യം, മതം, സമൂഹം, പ്രാദേശിക താൽപ്പര്യങ്ങൾ എല്ലാം ഒരുമിച്ച് പഠിക്കണം. ഇനി വളരെ ചുരുക്കത്തിൽ മുഴുവൻ കാരണങ്ങളും വീണ്ടും നോക്കാം. ഒന്നാമത്, ബ്രിട്ടീഷ് ഭരണത്തിന്റെ ജനപ്രീതിയില്ലായ്മ. രണ്ടാമത്, ഡൽഹൌസിയുടെ കൂട്ടിച്ചേർക്കൽ നയം. മൂന്നാമത്, 1856 അവധിന്റെ കൂട്ടിച്ചേർക്കൽ. നാലാമത്, താലൂക്കുദാർമാരുടെ ഭൂമിയും അധികാരവും നഷ്ടപ്പെട്ടത്. അഞ്ചാമത്, കർഷകരുടെ മേൽ ഉണ്ടായ സാമ്പത്തിക ഭാരം. ആറാമത്, നാട്ടുരാജാക്കന്മാരുടെ അസംതൃപ്തി. ഏഴാമത്, നാനാസാഹിബിന്റെ പെൻഷൻ പ്രശ്നം. എട്ടാമത്, റാണി ലക്ഷ്മിബായിയുടെ അവകാശ പ്രശ്നം. ഒമ്പതാമത്, മുഗൾ രാജവംശത്തോടുള്ള ബ്രിട്ടീഷ് അപമാനകരമായ സമീപനം. പത്താമത്, സാമൂഹിക പരിഷ്കാരങ്ങളോടുള്ള യാഥാസ്ഥിതിക വിഭാഗങ്ങളുടെ സംശയം. 11 മതസ്ഥാപനങ്ങളുടെ ഭൂമിയിൽ നികുതി. 12 ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ഭയം. 13 സിപ്പായിമാരുടെ സൈനിക അസംതൃപ്തി. 14 ജാതിമതപരമായ നിയന്ത്രണങ്ങൾ. 15 വിദേശ സേവനവുമായി ബന്ധപ്പെട്ട ഭയം. 16 ഇന്ത്യൻ കലകളുടെയും കരകൗശലങ്ങളുടെയും തകർച്ച. 17 ഗ്രീസ്ഡ് കാർട്രിഡ്ജ് ഉടനടി കാരണം. അവസാനമായി ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വിദ്യാർത്ഥികളെ, 1857 കലാപം ഒരു സിപ്പായി കലാപം മാത്രമായിരുന്നു. അത് മാത്രം എന്ന് പറയാൻ കഴിയില്ല. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യസമരം മാത്രമായിരുന്നു. അത് മാത്രമായും പറയാൻ കഴിയില്ല. കാരണം വ്യത്യസ്ത പ്രദേശങ്ങളിലും വ്യത്യസ്ത സാമൂഹിക വിഭാഗങ്ങളിലും കലാപത്തിന്റെ സ്വഭാവവും കാരണങ്ങളും വ്യത്യസ്തമായിരുന്നു. അതുകൊണ്ട് ഏറ്റവും നല്ല ഉത്തരമിങ്ങനെയാണ്: 1857 കലാപം നിരവധി രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹിക, മതപര, സൈനിക അസംതൃപ്തികളുടെ സംയുക്ത ഫലമായിരുന്നു. ഗ്രീസ്ഡ് കാർട്രിഡ്ജ് അതിന്റെ ഉടനടി കാരണമായി പ്രവർത്തിച്ചു. ഒരു ചെറിയ ഉദാഹരണം ഓർക്കാം. വെടിമരുന്ന് വർഷങ്ങളായി കെട്ടിക്കിടന്ന അസംതൃപ്തികൾ. തീപ്പൊരി ഗ്രീസ്ഡ് കാർട്രിഡ്ജ്. പൊട്ടിത്തെറി 1857 കലാപം. അടുത്ത യൂണിറ്റുമായി വീണ്ടും കാണാം. കൂടുതൽ ചരിത്ര വീഡിയോകൾക്കും UGC നെറ്റ്, JRF, കേരള PSC തയ്യാറെടുപ്പിനുമായി PSC ചാലഞ്ചർ പ്രോ നെറ്റ് ആൻഡ് JRF ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.